കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണുന്നേ ഗൗതത്തിന് വലിയ ആപത്തൊക്കെ സംഭവിക്കുന്നുണ്ട്. കാടൻകുലിയിലേക്ക് പോയ ഗൗതം തീവ്രവാദികളുടെ ആക്രമണത്തില് അങ്ങനെ പരിക്കുപറ്റിയും അതോടൊപ്പം തന്നെ ഗൗതത്തെ ബന്ദികളാക്കുകയും ചെയ്യാണ് കാടൻകുലിയിലെ തീവ്രവാദികൾ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കണ്ടു അങ്ങനെ അർജുൻ പിങ്കിയെ കുറിച്ചുള്ള ആ വലിയ സത്യം അങ്ങനെ അറിയുകയാണ്. പിങ്കി ഇത്രയും കാലം തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പോരാഞ്ഞിട്ടും നന്ദയോടും ഗൗതമേട്ടനും ആ വലിയ ക്രൂരത ചെയ്തിരിക്കുന്നു. അവരുടെ ആദ്യരാത്രി കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ ബെഡ്ഷീറ്റും പുതപ്പും വരെ അവള് കത്തിച്ചു കളഞ്ഞിരിക്കുക. അപ്പൊ ഇത്രമാത്രം ക്രൂരമായ മനസ്സായിരുന്നു പിങ്കിയുടെ. ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് നല്ലൊരു ജീവിതം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. പിങ്കിയുടെ കാര്യത്തിൽ താൻ കുറെ കൂടെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അർജുന് മനസ്സിലായി. പിന്നീട് പിങ്കിയാണ് ആകെപ്പാട് ടെൻഷനിലായിരുന്നു. ഒരു പക്ഷെ താൻ നന്ദയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കാണും അർജുൻ ഇനി മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാണ്. അങ്ങനെ വരാൻ വഴിയില്ല. താൻ ഇപ്പോഴും അർജുന് നല്ല ഭാര്യയായിട്ട് അർജുന് മുൻ അഭിനയിച്ചുകൊണ്ടിരിക്കണേ. ഗൗതത്തിനെ സ്വന്തമാക്കുന്നതോടെ വരെ ഈ അഭിനയം തുടർന്നേ മതിയാകുള്ളൂ. അവസാനം മാത്രം അർജുൻ അറിയാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ചിന്തയൊക്കെ പിങ്കിയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പിന്നീട് പിങ്കി സാന്ദ്രനെ ഫോൺ ചെയ്യുകയാണ്. സാന്ദ്രനെ ഫോൺ ചെയ്തിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. നന്ദയുടെയും ഗൗതത്തിന്റെ ആദ്യരാത്രിയെക്കുറിച്ചും പിന്നീട് ഗൗതം പോയ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറയണം. ഇത് കേട്ടപ്പം സാന്ദ്ര പറഞ്ഞല്ല, ഇനിയിപ്പം നിന്റെ ഭാവി പരിപാടി എന്താന്ന് ചോദിക്കാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല സാന്ദ്രയെ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലാത്തൊരവസ്ഥയിലാ. എന്ത് ചെയ്യാനാ എനിക്ക് അറിയത്തില്ല. ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഇനി അവർക്കൊരു ആദ്യരാത്രി ഉണ്ടാവില്ലെന്ന് പറയാം. അല്ലേ പിങ്കി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാനത് ഉറപ്പിച്ച് സാന്ദ്ര, എന്ത് വന്നാലും ശരി ഇനി ഒരു കാരണവശാലും പിങ്കിയും നന്ദയും ഗൗതമും കൂടെ ഒരു കാരണവശാലും ഇനി ഒരു ഒന്നിച്ച് ജീവിക്കില്ലെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ നോക്കട്ടെ, എന്തേലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. ഇപ്പൊ നീ സമാധാനപ്പെട്ടിരിക്കുക. അറിയാലോ, ഒരു കാരണവശാലോ അർജുനോ ആ വീട്ടിലുള്ളവർക്കോ ആർക്കും ഒരു സംശയം തോന്നില്ലെന്ന് പറയാം. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പിങ്കി പറഞ്ഞിട്ട് പിങ്കി ഫോൺ വെക്കുവാണ്. പിന്നീട് നന്ദയ്ക്കാണെങ്കിൽ ആകെപ്പാട് ടെൻഷനാണ്. കാരണം ആദ്യരാത്രി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഗൗതം പോയതാണ്. പോവണ്ടെന്ന് പറഞ്ഞ കാടൻകുലിയിൽ എന്താ സംഭവിക്കുന്ന പോലും പറയാൻ പറ്റില്ല. കാരണം തീവ്രവാദികൾ അവിടെ ഉള്ളത്. അവരുമായിട്ട് വെടിവെപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആർക്കാ നഷ്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരുടെയും ജീവൻ അപകടത്തിലാവും. പിന്നെ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ലക്ഷ്മിയമ്മ ചോദിച്ചു, നന്ദമോളെ ഗൗതമം വിളിക്കുകയോ മറ്റോ ചെയ്തോന്ന് ചോദിക്കുക. ഇല്ലമ്മ, വിളിച്ചിട്ടില്ല എന്ന് പറയാം. അല്ല, ഇതുവരെയായിട്ടും എന്താ പോലും അവൻ വിളിക്കാത്ത അറിയില്ലമ്മേ. ഒരു പക്ഷേങ്കില് എന്തെങ്കിലും ഡ്യൂട്ടിയല്ലേ, ഒരു ദൗത്യമായിട്ട് പുറപ്പെട്ടിരിക്കുമല്ലേ. അപ്പൊ ആ സമയത്തൊന്നും വിളിക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. പക്ഷെ എന്നാലും നന്ദയുടെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് മുറിയിലും വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഗൗതം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പിന്നീട് നന്ദ എന്ത് ചെയ്യാണ്, ഗൗതത്തിന്റെ യൂണിഫോം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ യൂണിഫോം എടുത്ത് മടിയിൽ വെച്ച് അതേലേക്ക് ഇങ്ങനെ തൊട്ട് തലടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു വർഷം അടുത്തുണ്ടായിട്ടും അവർ ഒന്നായിട്ട് ജീവിച്ചില്ല. പക്ഷേ എങ്കിലും ഒന്നായിട്ട് ജീവിച്ച് കഴിഞ്ഞപ്പോഴോ നന്ദയ്ക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നന്ദ പിന്നീട് ആ യൂണിഫോം ഒക്കെ എടുത്തിട്ട്, ഗൗതം സാർ എത്രയും പെട്ടെന്ന് തിരിച്ചു വാ, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഫോണെങ്കിലും ചെയ്യുക, എനിക്കൊരു സമാധാനമാവെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാ, ഒരു ഫോൺ കോളോ ഒന്നും വന്നില്ല. ആകെപ്പാടെ ടെൻഷനായി നന്ദയ്ക്ക്. അങ്ങനെ കുറെ സമയം ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടല്. പെട്ടെന്ന് നന്ദ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് പിങ്കി അങ്ങോട്ട് വരുന്നത്. പിങ്കിക്ക് മനസ്സിലായ നന്ദയുടെ മുഖം കണ്ടപ്പം ഇവള് കരഞ്ഞ ലക്ഷണം കാണുന്നുണ്ട്. എന്താ നിന്റെ മുഖം ആകെപ്പാടെ കരഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഗൗതമില്ലാത്തതിന്റെ സങ്കടമായിരിക്കും അല്ലേ? ഇന്നലെ ആദ്യരാത്രി കഴിഞ്ഞല്ലേ ഉള്ളേ. ഇന്ന് തന്നെ കിടക്കണം എന്നൊക്കെ ഓർത്തായിരിക്കും അല്ലേന്ന് ചോദിക്കാം. പിങ്കി, വെറുതെ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നീ പറഞ്ഞു വരുത്തണ്ടെന്ന് പറയണം. അതെന്താ? അതെ, ഞാനും ഗൗതം സാറും ഉള്ള കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കാം. അതിന്റെ ഇടയ്ക്കേക്ക് നീ കയറേണ്ട ആവശ്യമില്ലെന്ന് പറയാം. ഇത് കേട്ടും പിങ്കി പറഞ്ഞു, എനിക്കിപ്പോ എന്നാ, നിനക്കോ നിന്റെ ഭർത്താവോ ഗൗതത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കെന്നാ, അത് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാണ്. ഇത് കേട്ടോണ്ടാണ് അർജുൻ അങ്ങോട്ട് വരുന്നത്. അർജുൻ വന്നിട്ട് ചോദിച്ചു, എന്താ പിങ്കി നീ അങ്ങനെ പറഞ്ഞേ? ഗൗതമായിട്ട് ഒന്നും സംഭവിച്ചാൽ നിനക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞേ? ഒന്നുമില്ല. പിങ്കി, നീ വെറുതെ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കണ്ട. നീ ഇവിടെ ഉള്ള ഗൗതമേട്ടനെ കാണുന്ന ഇവിടെയുള്ള ഒരാളെ പോലെ അല്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ തമ്മിലൊരു ഉടക്കേണ്ട ആവശ്യമില്ല പിങ്കി എന്ന് പറയാം. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഗൗതമേട്ടന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് നന്ദടുത്തേയും വിഷമിപ്പിക്കാനും നോക്കണ്ട. പറഞ്ഞ കേട്ടല്ലോ, നീ ഇന്ന് നിന്റെ കാര്യം എന്നാന്ന് പോയി നോക്ക്. നന്ദടുത്തി വിഷമിച്ചിരിക്കുന്ന സമയത്ത് എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പോലെ ഓരോന്ന് പോയി കുത്തി പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അർജുൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പറയണം. പെട്ടെന്ന് പിങ്കി അങ്ങോട്ട് പോയി.
ഈ സമയം നന്ദയോട് പറഞ്ഞു, നന്ദയെടുത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഗൗതമേട്ടൻ എത്രയും പെട്ടെന്ന് തിരികെ വരും. അറിയാലോ ഈ പട്ടാളക്കാരും പോലീസുകാരുടെ അവസ്ഥ ഇങ്ങനെയാ. എന്തെങ്കിലും ഒരു ദൗത്യമായിട്ട് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ തിരികെ വരാൻ പറ്റുള്ളൂ. ഇനി അത് ഞാൻ പ്രത്യേകിച്ച് നന്ദയെടുത്തോട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലോ. ഒരു പോലീസുകാരന്റെ മോളല്ലേ, കാര്യങ്ങളൊക്കെ അറിയാൻ മേലെന്ന് ചോദിക്കാം. എനിക്കറിയാം, പക്ഷെ എന്നാലും മനസ്സിൽ വല്ലാത്തൊരു സങ്കടം. ധൈര്യമായിട്ടിരിക്കുക. ഇന്നിനിയിപ്പോൾ വിളിച്ചില്ലെങ്കിലും നാളെ രാവിലെ ആണെങ്കിലും ഗൗതമേട്ടൻ വിളിക്കും. ധൈര്യമായിട്ടിരിക്കുക, അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ഗൗതമേട്ടൻ തിരികെ വരുമെന്ന് പറയണം. അങ്ങനെ നന്ദ റൂമിലേക്ക് പോയി. പക്ഷെ റൂമിലേക്ക് പോയിട്ട് നന്ദയ്ക്ക് ഒരു സമാധാനം വരുന്നുണ്ടായിരുന്നില്ല. റൂമിൽ പോയിട്ട് കിടന്നിട്ടും വല്ലാത്തൊരു അസ്വസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാ. അങ്ങനെ ഒരു വിധത്തില് നന്ദ നേരം വെളുപ്പിക്കുകയാണ്. നേരം വെളുത്തിട്ടും ഗൗതമെ കുറിച്ച് ഒരു വിവരം കിട്ടില്ല. അങ്ങനെ നേരം വെളുത്ത ഉടനെ താഴേക്ക് വന്ന് ലക്ഷ്മിയമ്മയുടെ അടുത്ത് വന്നപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ ഗൗതമോൻ വിളിച്ചോന്ന് ചോദിക്കണം. വിളിച്ചില്ല എന്ന് പറയണം. ഇത് എന്ത് പറ്റി? അവൻ ഇങ്ങനെ വിളിക്കാതിരിക്കുന്നല്ലോ. ഒരു കാര്യം ചെയ്യാം, മോളൊന്ന് അന്വേഷിച്ചു നോക്ക്. ആ കമ്മീഷണറോട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ അറിയാൻ പറ്റൂലോ. ഇതുവരെയായിട്ടും എന്താ ഒരു വിവരം പോലും ഇല്ലാത്തതെന്ന് ആകെപ്പാട് ടെൻഷനായിപ്പോയി. നന്ദയ്ക്കും അതേപോലെ തന്നെയായിരുന്നു. ഈ സമയം അരുന്ധതി, മോഹിനി എല്ലാവരും വീട്ടിലറിഞ്ഞു. ഗൗതം ഇതിനായിട്ടും വിളിച്ചിട്ടില്ല, കാടൻകൊല്ലിയിലേക്ക് പോയിട്ട് ഒരു വിവരവും ഇല്ല എന്നുള്ള കാര്യം. ഈ സമയം അർജുൻ അങ്ങോട്ട് വന്നേ. അർജുൻ വന്നപ്പോൾ ലക്ഷ്മിയമ്മ ഈ കാര്യങ്ങളൊക്കെ പറയാണ്. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, അതെ ലക്ഷ്മിയമ്മ പേടിക്കണ്ട, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറയാം. അല്ല മോനെ, ഞങ്ങള് വേണ്ട, നിങ്ങൾ ആരും ഒന്ന് അന്വേഷിക്കാനൊന്നും ഇറങ്ങണ്ട, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ അർജുൻ എന്ത് ചെയ്യുവാണ്, അർജുൻ ഗൗതത്തിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കമ്മീഷണടുത്തേക്ക് ചെന്ന്, കാരണം കാടൻകൊല്ലിയിലേക്കാ പോയേക്കുന്നത്, എന്താ എങ്ങനെയൊന്നും അറിയത്തില്ല, സംഭവങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ അർജുൻ നേരെ കമ്മീഷണടുത്തേക്ക് ചെല്ലുവാണ്. പിന്നീട് കമ്മീഷനോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഗൗതമിനെ കുറിച്ച്. അങ്ങനെ അവൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അർജുൻ അറിയണത്. ഗൗതമേട്ടന് ഇന്നലെ കാടൻകൊല്ലിയിലേക്ക് പോയിട്ട് അവിടെ വലിയ തീവ്രവാദികൾ തമ്മിലുള്ള വെടിവെപ്പൊക്കെ ഉണ്ടായി. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഗൗതമേട്ടനെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല. ഗൗതമേട്ടൻ മിസ്സിംഗ് എന്നുള്ള കാര്യം. 1-2 പോലീസുകാരുടെയൊക്കെ മൃതദേഹങ്ങൾ കിട്ടി. പക്ഷെങ്കിൽ ഗൗതമേട്ടനെ കുറിച്ച് ഒരു വിവരം ഇല്ല എന്നുള്ള കാര്യം. ഇത് കേട്ടും അർജുൻ ഒരു ഞെട്ടലായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. എന്ത് ചെയ്യും, എങ്ങനെ ചെന്നത് വീട്ടിൽ ചെന്ന് പറയും, ആ ഒരു അവസ്ഥയിലായിരുന്നു അർജുന്. പിന്നീട് തകർന്ന മനസ്സോടുകൂടിയാണ് അർജുൻ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ നന്ദി ഓടി ചെല്ലുന്നുണ്ട്. നന്ദി ഓടി ചെന്ന് ചോദിച്ചു, എന്താ അല്ല ഗൗതം സാറിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞ് പേടിക്കാനൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടത് നന്ദയ്ക്ക് ഒരു സംശയങ്ങൾ തോന്നി. കാരണം അർജുന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി അർജുൻ എന്തോ ഒളിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്താ അർജുൻ, എന്താണെങ്കിലും തുറന്നു പറ. കാടൻകൊല്ലിയിലേക്ക് പോയ ഗൗതം സാറിന് എന്ത് പറ്റി? ഇതിലായിട്ടൊരു കോള് പോലും ഇല്ല. അല്ല കമ്മീഷണർ എന്താ പറഞ്ഞെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഇന്നലെ അവിടെ വലിയ തീവ്രവാദി വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നാ പറഞ്ഞേ. എന്നിട്ട് എന്താ ഗൗതം സാർ എന്താ വിളിക്കാത്തെ, കാര്യം എന്താന്ന് ചോദിക്കണം. അല്ല ഗൗതം സാറിനെ കുറിച്ച് ഇതിലായിട്ടൊരു വിവരം കിട്ടിയിട്ടില്ല, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല, അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നാ പറഞ്ഞേ. ഗൗതം സാർ മിസ്സിംഗ് ആന്നാ പറയണേന്ന്. ഇത് കേട്ടതും നന്ദ ഞെട്ടി. ഗൗതം സാർ മിസ്സിങ്ങോ? അതെ ഗൗതമേട്ടൻ മിസ്സിംഗ് ആന്നാ പറയണേ, എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറയാം. ഇത് കേട്ട ലക്ഷ്മിയമ്മ എന്റെ മോനെന്നും പറഞ്ഞ് നെഞ്ചെ തടിച്ച് നിലവിളിച്ച് അവിടെ ഇരിക്കുവാണ്. അപ്പൊ അരുന്ധതി മോഹിനി എല്ലാവരും പറഞ്ഞു. അരുന്ധതി പറഞ്ഞു, അവനോട് ഞാൻ പറഞ്ഞതാ പോകണ്ടെന്ന്, അതും കാടൻകൊല്ലിയിലേക്ക്. ഇതുപോലെ ആപത്തുകളൊക്കെ ഉണ്ടാവും നന്നായിട്ട് അറിയാവുന്ന, എന്നിട്ടും അവൻ തന്നിഷ്ടപ്രകാരം പോയതല്ലേ. ഇപ്പൊ എവിടെയാ എന്താന്ന് ആര് കണ്ടെന്ന് പറയാം. അർജുൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നുമല്ലേ അർജുനായിട്ട് ഒരു പോലീസ് ഓഫീസർ, ഗൗതമേട്ടൻ ഒരു പോലീസ് ഓഫീസർ അല്ലേ. ഗൗതമേട്ടൻ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ലെന്ന് പറയാം. പക്ഷെ നന്ദ ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിപ്പോയി. നന്ദ മാത്രമല്ല പിങ്കിക്കും ആയിട്ടൊരു ഷോക്കായിരുന്നത്. ഗൗതത്തിന് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞ പിങ്കിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. പിങ്കി മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഈ സമയം നന്ദ അവിടെ തകർന്നിരിക്കുവാണ്. അർജുനും നന്ദനെ ആശ്വസിപ്പിക്കണോ അതോ ഇനി ലക്ഷ്മിയമ്മനെ ആശ്വസിപ്പിക്കണോ എന്നോ അറിയാത്ത വല്ലാത്തൊരവസ്ഥയിൽ അർജുൻ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ഇതിന്റെ ഫുൾ വിശേഷം വരുമ്പോ അറിയാം എന്തൊക്കെ ആയി തീരുമെന്നുള്ളത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ. ഇപ്പൊ എല്ലാ ദിവസവും താമസിച്ചാണ്, ഒരു ഉച്ചയൊക്കെ സമയമാകുമ്പത്തേനും ആയിരിക്കും ഗൗതത്തിന്റെ നന്ദയുടെ ഫുൾ വിശേഷം വരുന്നത് കേട്ടോ. അപ്പൊ ആ സമയത്ത് തന്നെ മറക്കാതെ വിശേഷം ഇട്ടേക്കട്ടോ. അപ്പൊ എല്ലാരും കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.